ഈ ലോകം മുഴുവൻ ഇന്ത്യയുടെ വിരൽത്തുമ്പിലാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? അമേരിക്കയുടെ വൻകിട ഭീഷണികളെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ലോകത്തിലെ വമ്പൻ എണ്ണ രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ കാൽ കീഴിൽ വന്ന് കച്ചവടത്തിനായി പരസ്പരം മത്സരിക്കുന്ന അവിശ്വസനീയമായ ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തിയിരുന്ന പഴയ ഓർമ്മകൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അയോധ്യയിൽ രാമക്ഷേത്രം പണിതാൽ സൗദി അറേബ്യ നമുക്കൊരു തുള്ളി പെട്രോൾ പോലും തരില്ലെന്നും കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് തെരുവ് തോറും നടന്ന അടിമക്കണ്ണീർ ഒഴുക്കിയവരുണ്ടായിരുന്നു. എന്നാൽ ഇതാ കണ്ടോളൂ മോദി മാജിക്. അന്നത്തെ വ്യാജ പ്രവചനങ്ങളുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ആണ്. അടുത്ത മാസം ഓഗസ്റ്റിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് അക്ഷരാർത്ഥത്തിൽ $11 കൂറ്റൻ വിലക്കിഴിവിനാണ് സൗദി ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ സൗദി അറേബ്യ നൽകുന്ന ഏറ്റവും വലിയ ചരിത്രപരമായ കിഴിവാണിത്. കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ ഇന്ധന വിപണി തങ്ങളുടെ മാത്രം പോക്കറ്റിലാണെന്ന് അഹങ്കരിച്ചിരുന്ന റഷ്യ ഇന്ന് സൗദിയുടെ ഈ നീക്കം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഒരു വശത്ത് റഷ്യ വലിയ വിലക്കിഴിവിൽ എണ്ണ നൽകി മുന്നിൽ നിൽക്കുമ്പോൾ മറുവശത്ത് വിപണി കൈവിട്ടു പോകുമെന്ന് കണ്ട് സൗദി അറേബ്യ വില കുറച്ച് പിന്നാലെ ഓടുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ഒരിഞ്ച് പോലും തല കുനിക്കാതെ സ്വന്തം രാജ്യത്ത് 1 ലിറ്റർ പെട്രോളോ ഡീസലോ കിട്ടാതെ ആളുകൾ വരി നിൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തിയ ആ ഭരണാധികാരി അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ലോകത്തിന്റെ ഇന്ധന സിംഹാസനവും പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പുതിയ ഇന്ത്യയുടെ പവർ എന്താണെന്ന് ലോകത്തിന് മുന്നിൽ അടിവരയിട്ട് തെളിയിക്കുന്ന ഈ വിസ്മയകരമായ കഥയുടെ പൂർണ്ണരൂപം എന്താണെന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് മാറ്റമുണ്ടായാലും അതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം. അമേരിക്കയുടെ ഭീഷണികളെയും ഉപരോധങ്ങളെയും പുല്ലുപോലെ വകവെക്കാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്നും റെക്കോർഡ് തുകയ്ക്ക് എണ്ണ വാങ്ങി മുന്നേറിയ മോദി സർക്കാരിന്റെ ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് നയത്തിന് മുന്നിൽ ലോകത്തെ വമ്പൻ എണ്ണ രാഷ്ട്രങ്ങൾ പോലും ഇന്ന് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ എണ്ണ വിപണി തങ്ങളുടെ മാത്രം പോക്കറ്റിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ശക്തികൾക്ക് മുന്നിലേക്കാണ് സൗദി അറേബ്യയുടെ ഞെട്ടിപ്പിക്കുന്ന വലിയൊരു ഓഫർ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു വിലക്കിഴിവാണ് സൗദി അറേബ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ വിപണിയിലേക്ക് റഷ്യയിൽ നിന്നും ഒഴുകിയെത്തിയ എണ്ണയുടെ പ്രവാഹം കണ്ട് സൗദി അറേബ്യയ്ക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥകൾക്ക് അയവാവുന്നതും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതും പല രാജ്യങ്ങളുടെ ഉൽപാദന വർധനവും ഒക്കെ ഈ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിലും ഏഷ്യൻ വിപണിയിലെ തങ്ങളുടെ പരമ്പരാഗത സ്വാധീനം കൈവിട്ടു പോകുമോ എന്ന ഭയവും റഷ്യൻ എണ്ണയോട് ഇന്ത്യൻ റിഫൈനറികൾ കാണിക്കുന്ന താല്പര്യവുമാണ് സൗദിയെ കൊണ്ട് ഇത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി ചരിത്രമൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. കുറച്ചു കാലം മുൻപ് വരെ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പണിതാൽ സൗദി അറേബ്യ നമുക്ക് പെട്രോൾ തരില്ലെന്നും കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ കൈവിടുമെന്നും ഇന്ത്യ കടുത്ത ഇന്ധനക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തുമെന്നായിരുന്നു അന്നത്തെ വലിയ പ്രചാരണങ്ങൾ. എന്നാൽ ഇന്ന് കാലം എത്രമാത്രം മാറി മറിഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ കണ്ണു തുറന്ന് നോക്കേണ്ടതുണ്ട്. അന്ന് സൗദി പെട്രോൾ തരില്ലെന്ന് പറഞ്ഞ് വിരട്ടിയവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് ഇന്ന് രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ ഇന്ന് സ്വയം മുന്നോട്ട് വന്ന് വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് ഇന്ത്യയുടെ പിന്നാലെ നടക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു വശത്ത് റഷ്യ വലിയ വിലക്കിഴിവിൽ എണ്ണ നൽകി മുന്നിൽ നിൽക്കുമ്പോൾ മറുവശത്ത് സൗദി അറേബ്യ $11 കുറച്ച് വിപണി പിടിക്കാൻ മത്സരിക്കുന്നു. ഇതാണ് പുതിയ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പവർ. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും നിരന്തരമായ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരിഞ്ച് പോലും തലകുനിക്കാതെ സ്വന്തം ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരപ്പിൽ ഇന്ധനം എത്തിച്ചു നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. രാജ്യത്തിന് 1 ലിറ്റർ പെട്രോളോ ഡീസലോ കിട്ടാതെ ആളുകൾ വരി നിൽക്കേണ്ടി വരുമെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ രാജ്യത്തെ ഇന്ധന രംഗം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ
ഇന്ന് ആ ഭരണാധികാരിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരം എങ്ങനെ സംരക്ഷിക്കണമെന്നും ആഗോള വിപണിയിൽ സ്വന്തം രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് എങ്ങനെ വിലപേശണമെന്നും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രാജ്യത്തിന്റെ അഖണ്ഡത ഉറപ്പിച്ചു. ഒപ്പം ആഗോള ഇന്ധന വിപണിയുടെ സിംഹാസനവും ഇന്ത്യ ഇന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയുമൊക്കെ കേട്ട് ഇവിടെ തീർന്നു എന്ന് കരുതരുത്. ഇതിലും വലിയൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. റഷ്യ ഉൾപ്പെടുന്ന യൂറോപ്യൻ ഇക്കണോമിക് യൂണിയനുമായി, അതായത് അർമേനിയ, ബെലാറസ്, കസാക്കിസ്ഥാൻ തുടങ്ങിയ റഷ്യൻ അനുകൂല രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ പുതിയൊരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്നതിനുള്ള ഔദ്യോഗിക ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയൊന്ന് വിശദമായി പരിശോധിച്ചു നോക്കൂ. റഷ്യയിൽ നിന്നും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധങ്ങളെ വകവയ്ക്കാതെ കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങിക്കൂട്ടിയപ്പോൾ പാശ്ചാത്യ ലോകം ഒരുപോലെ ഞെട്ടിയിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തകരുമെന്നും ഡോളറിലെ വ്യാപാരം ഇല്ലാതാകുമെന്നും ഒക്കെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികൾ. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ലോകത്തിനു മുന്നിൽ സ്വീകരിച്ച ഉറച്ച നിലപാട് എന്തായിരുന്നു? രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് തങ്ങൾക്ക് വലുത്, അല്ലാതെ മറ്റാരുടെയും താല്പര്യങ്ങളല്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് അവർ നൽകിയത്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും എല്ലാവിധ കണ്ണുരുട്ടുകളെയും അതിജീവിച്ച് റഷ്യയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി രാജ്യത്തെ ഇന്ധന വില പിടിച്ചു നിർത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞു. ഇതിന്റെ പിന്നിലെ കളി എന്താണെന്ന് അറിയാമോ? പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമ്മുടെ വിദേശകാര്യ നയത്തിന്റെ മൂർച്ച കൂട്ടുകയാണ് മോദി സർക്കാർ ചെയ്തത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലക്കുകൾ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങി ഇന്ത്യ സ്വന്തം ജനങ്ങൾക്കായി കരുത്തുറ്റ ഒരു ഊർജ്ജ സുരക്ഷ തീർത്തു. ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര വിപണിയിൽ വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളായ യുണൈറ്റഡ് അറബ് ഇറാഖുമൊക്കെ തങ്ങളുടെ എണ്ണ വിപണി കൈവിട്ടു പോകുമോ എന്ന ഭയത്തിൽ വലിയ വിലക്കുറവുകളും പ്രത്യേക ഓഫറുകളുമായി ഇന്ത്യയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ വമ്പന്മാരായ എണ്ണ ഉൽപാദന രാജ്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യ എന്ന ഒറ്റ വിപണിക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന അവിശ്വസനീയമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ റിഫൈനറികൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ വിലപേശൽ ശേഷി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒന്നാണ്. എന്തായാലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാമ്പത്തിക ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും നേരിടാൻ ഇതിലും വലിയൊരു പ്രതിരോധം തന്ത്രം വേറെ ഏതാണ് ഉള്ളത്? ചുരുക്കി പറഞ്ഞാൽ എതിർപ്പുകളെയും വെല്ലുവിളികളെയും കൃത്യമായ നയതന്ത്രത്തിലൂടെ അനുകൂലമാക്കി മാറ്റിയ ഒരേ ഒരു നേതാവ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവിയും എടുത്തു കളഞ്ഞു. ആഗോള ഇന്ധനവും ഇന്ന് അദ്ദേഹം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് പുതിയ ഇന്ത്യയുടെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത്. അന്ന് സൗദി പെട്രോൾ തരില്ലെന്ന് പറഞ്ഞ ജനങ്ങളെ ഭയപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവർ ഇന്ന് കാണണം. സൗദി അറേബ്യയും റഷ്യയും അടക്കമുള്ള ലോകത്തിലെ വമ്പൻ എണ്ണ രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വിപണി കൈവിട്ടു പോകാതിരിക്കാൻ ക്യൂ നിന്ന് വിലക്കുറവ് വാഗ്ദാനം ചെയ്യുന്ന കാഴ്ച. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുമെന്ന് വിധി ചെയ്തവർക്കുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടിയാണിത്. എതിർപ്പുകളെയും വെല്ലുവിളികളെയും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.